സെക്കൻഡ് ലീനിയർ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആണ് നേവി ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് നേവി ബേസ് എന്ന് ഒരു ഐഡിയ നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് അതിന്റെ ഡീറ്റെയിൽഡ് അൽഗോരിതത്തിലേക്കും പ്രോബ്ലത്തിലേക്കും കിടക്കാം. അപ്പൊ നോക്കാം, നമുക്ക് നേവി ബേസ് ലീനിയർ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആണ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിലേക്ക് ക്ലാസിഫൈ ചെയ്യുവാണ്. ഇവിടെ നമ്മളിപ്പം എടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ, നമുക്ക് വരുന്ന മെയിൽ അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണ്. സ്പാം ആണോ നോട്ട് സ്പാം ആണോ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. അപ്പം ഞാനിവിടെ രണ്ട് ഇൻഡിക്കേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നോട്ട് സ്പാം ആണെങ്കിൽ, അല്ലെ നോർമൽ മെസ്സേജ് ആണെങ്കിൽ സാധാ ഒരു മെസ്സേജിന്റെ സിമ്പിളും മറ്റേ ഷെയ്ഡഡും അതിന്റെ ഇൻഡിക്കേഷൻ ഞാനൊന്ന് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. നോക്കുക, നമുക്ക് നോട്ട് സ്പാമിന്റെ കേസിൽ സാധാരണ അതിനകത്ത് വരുന്ന, അതായത് അതിനകത്ത് ഒക്വർ ചെയ്യുന്ന കുറച്ച് വേർഡ്സും അതിന്റെ ഫ്രീക്വൻസി ഒരു ഹിസ്റ്റോഗ്രാം ആയിട്ട് റെപ്രസെന്റ് ചെയ്തേക്കുവാണ്. അപ്പം ഇവിടെ നമുക്കിപ്പോൾ നോക്കാം, 4, 3, 6, 2, 8 നോർമൽ മെസ്സേജ്, അതായത് 8 നോർമൽ മെസ്സേജും 4 സ്പാം മെസ്സേജും ആണ്. നമുക്ക് 8, 4, 12 മെസ്സേജുകൾ വരുന്നുണ്ട്. അതിൽ 8 എണ്ണം നോർമൽ ആകാനും ബാക്കി 4 എണ്ണം സ്പാം ആകാനും. അപ്പം 8/12 ആണ് നോർമൽ ആകാനുള്ള പ്രോബബിലിറ്റി. സ്പാം ആകാനുള്ള പ്രോബബിലിറ്റി 4/12. എന്നിട്ട് ഇതിൽ നോർമൽ മെസ്സേജിൽ സാധാരണ വരുന്ന കുറച്ച് വേർഡ്സിന്റെ ഫ്രീക്വൻസി നമ്മൾ ഹിസ്റ്റോഗ്രാം ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. ഡിയർ, ഫ്രണ്ട്, ലഞ്ച്, മണി. ഡിയർ ഒരു 8 ആണ്, ഫ്രണ്ടിന് ഒരു 5, ലഞ്ചിനൊരു 3, മണിക്ക് 1. അപ്പം ഡിയർ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഫ്രണ്ട് മെസ്സേജുകളിലൊക്കെ നമ്മൾ കൂടുതലും കാഷ്വൽ ടോക്സിലൊക്കെ നമ്മുടെ ഫ്രണ്ട്സിന് മെയിലായിരിക്കും നമ്മൾ ഡിയർ എന്നുള്ള വേർഡ്സ് ഒക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാറുണ്ട്. ഫ്രണ്ട് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ലഞ്ച് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയാറുണ്ട്. മണിയുടെ കാര്യം വളരെ കുറച്ച് മാത്രമേ പറയുള്ളൂ. പക്ഷെ സ്പാമിന്റെ കാര്യത്തിൽ നേരെ തിരിച്ചായിരിക്കും. ഡിയറും വരാം, ഫ്രണ്ടും ഒക്കെ വരാം. പക്ഷെ ലഞ്ചിന്റെ ഒക്കെ വരാനായിട്ട്, ലഞ്ച് അങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ അതിനകത്ത് ചാൻസ് വളരെ 0% ആണ് ചാൻസ്. മണി എന്ന് പറയുന്നത് വേണേൽ കൂടുതൽ വരാൻ. പ്രൊമോഷൻസ്, വീഡിയോസ് ഒക്കെ മെയിൽസ് ഒക്കെ വരുമ്പം നമുക്ക് കൂടുതലും എത്രയാണ് ഫീസ്, ഏതെങ്കിലും ഒരു കോഴ്സിന്റെ ഇതായിരിക്കും. അല്ല വേറെ എന്തെങ്കിലും ടൈപ്പ് ആയിരിക്കും മെസ്സേജ് വരുന്നത്. കൂടുതലും ബിസിനസ് റിലേറ്റഡ് ആയിട്ടായിരിക്കും. അപ്പം മണി എന്ന വേർഡ് അവിടെ കൂടുതൽ യൂസ് ചെയ്യാറുണ്ട്. സോ സ്പാം വരുമ്പം സ്പാമിൽ യൂസ് ചെയ്യുന്ന വേർഡ്സിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ഓക്കെ, സോ നമ്മൾ ആദ്യം സ്പാമിന്റെയും നോർമൽ മെസ്സേജിന്റെയും പ്രോബിലിറ്റി എടുക്കും. നോർമൽ മെസ്സേജിന്റെ പ്രോബിലിറ്റി ടോട്ടൽ 12 മെസ്സേജിൽ 8 എണ്ണം നോർമൽ ആണ്. സോ 8/12. അതിൽ 0.666 വരെ നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് 0.67 എടുക്കുന്നു. മറ്റേത് സ്പാം ആണെങ്കിൽ 1 - 0.67, 0.33, അല്ലെങ്കിൽ 4/12 കൊടുക്കുക, 0.33 ആയിരിക്കും വരുന്നത്. സോ നമ്മൾ ആ രണ്ട് ഫ്രീക്വൻസീസ് സെറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ഗിവൺ കണ്ടീഷൻ നിൽക്കെ ഇന്ന ഒരു ഇവന്റ് ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി. അതായത് നമുക്ക് വന്ന മെസ്സേജ് നോർമൽ ആണ്, അതിനകത്ത് ഡിയർ എന്ന വാക്ക് വരാനുള്ള പ്രോബബിലിറ്റി. അതാണ് പി ഓഫ് ഡിയർ ഗിവൺ നോർമൽ. മൊത്തം എത്ര മെസ്സേജ് ഉണ്ട്? 8+, അതായത് നമ്മുടെ ഡിയർ ഒരു 8 എണ്ണം, ഫ്രണ്ട് 5 എണ്ണം, ലഞ്ച് 3 എണ്ണം, മണി 1 എണ്ണം, മൊത്തം 1 എണ്ണമല്ല ഒരെണ്ണം. സോ മൊത്തം ടോട്ടൽ 17 ആണ്. അതിൽ ഡിയർ വരുന്ന എത്ര എണ്ണമാണ്? 8 ആണ്. സോ പി ഓഫ് ഡിയർ ഗിവൺ നോർമൽ 8/17 ആയിരിക്കും. ഇനി ഫ്രണ്ട് എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം. സോ പ്രോബിലിറ്റി ഓഫ് ഫ്രണ്ട് ഗിവൺ നോർമൽ എന്ന് പറയുന്നത് 5/17. ലഞ്ച് ആണെങ്കിൽ എത്രയായിരിക്കും വരിക? 3/17. മണിയാണെങ്കിൽ 1/17. ഇതിന്റെ പ്രോബബിലിറ്റീസ് നമ്മൾ കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ സ്പാമിന്റെ കേസും ചെയ്യുക. സ്പാമിന്റെ കേസ് ഇങ്ങനെയായിരിക്കും വരിക. ഡിയർ 2, മൊത്തം സ്പാം മെസ്സേജ് 7 എണ്ണമാണുള്ളത്. അതിൽ 2 എണ്ണം ഡിയർ ആണ്. സോ പി ഓഫ് ഡിയർ ഗിവൺ സ്പാം 2/7. ഫ്രണ്ട് ഒരെണ്ണം ഉള്ളൂ. സോ പി ഓഫ് ഫ്രണ്ട് ഗിവൺ സ്പാം 1/7. ലഞ്ച് ഇല്ല, സോ 0 ആയിരിക്കും അത് വരിക. പിന്നെ മണി എന്ന് പറയുന്നത് 4 ആണ്. സോ പി ഓഫ് മണി ഗിവൺ സ്പാം 4/7. അപ്പൊ ഇതിന്റെ എല്ലാം പ്രോബിലിറ്റി നമ്മൾ കണ്ടുവച്ചു. ഇനി നമ്മൾ ചെയ്യുന്ന ഓരോ മെസ്സേജിനെ നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. നമുക്കിപ്പോൾ ഒരു മെസ്സേജ് വന്നു, ഡിയർ ഫ്രണ്ട്. ഇത് നോർമൽ ആകാനുള്ള പ്രോബബിലിറ്റിയും സ്പാം ആകാനുള്ള പ്രോബബിലിറ്റിയും നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് ഇതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ വാല്യൂ, ആ കാറ്റഗറിയിലേക്കാണ് ഇതിനെ വിടുക. നോർമൽ പി ഓഫ് പ്രോബബിലിറ്റി ഓഫ് ഡിയർ ഫ്രണ്ട് ബി എ നോർമൽ മെസ്സേജിന്റെ വാല്യൂ ആണ് സ്പാമിനേക്കാളും കൂടുതൽ. അതായത് ഡിയർ ഫ്രണ്ട് സ്പാം ആകാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നു, ഡിയർ ഫ്രണ്ട് നോർമൽ ആകാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നു. ഇതിൽ ആർക്കാണോ വാല്യൂ കൂടുതൽ, ആ ടൈപ്പ് ഓഫ് മെസ്സേജിലേക്കായിരിക്കും അതിനെ ക്ലാസിഫൈ ചെയ്യുക. എക്സാമ്പിൾ നമുക്ക് നോക്കാം. പി ഓഫ് നോർമൽ മെസ്സേജിന്റെ പ്രോബിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 8 നോർമൽ മെസ്സേജും 4 സ്പാം മെസ്സേജുമാണ്. അതായത് മൊത്തം 12 മെസ്സേജിൽ
8 നോർമൽ ആണ്. സോ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 8/12.67. ഇനി നമുക്ക് ഡിയർ ഫ്രണ്ട് ആണ് വന്നേക്കുന്നത് അല്ലെ. അപ്പൊ ഡിയർ ഫ്രണ്ട് ആയതുകൊണ്ട് അത് നോർമൽ മെസ്സേജ് ആകാനുള്ള പ്രോബബിലിറ്റി ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആദ്യം നമ്മൾ ഇതിനെ ഏതിലേക്കാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്, നോർമൽ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. സോ അതിന്റെ പ്രോബബിലിറ്റി എടുക്കുക P(n). പിന്നെ ഡിയറും ഫ്രണ്ടിന്റെയും ഗിവൺ നോർമൽ എന്നുള്ള പ്രോബബിലിറ്റീസും എടുക്കുക. ഇത് നമ്മൾ നോർമൽ ആണ് ചെക്ക് ചെയ്യുന്നത്. സോ P(dear) ഗിവൺ നോർമൽ ആൻഡ് P(friend) ഗിവൺ നോർമൽ, ഈ 3 വാല്യൂസോടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. P(dear) ഗിവൺ നോർമലിന്റെ വാല്യൂ 8/17 ഉണ്ട്. അതുപോലെ P(friend) ഗിവൺ നോർമലിന്റെ വാല്യൂ 5/7, 0.47 ഇൻറ്റു 0.29 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് നോർമൽ മെസ്സേജ്. അതാണ് 0.67, 0.67, 0.47, 0.27 is equal to 0.09 എന്ന് കൊടുത്തേക്കുന്നത്. സോ അതിന്റെ വാല്യൂ നമുക്ക് കിട്ടി 0.09. ഈ സെയിം കേസ് തന്നെ നമ്മൾ സ്പാമിൽ നോക്കുന്നു. അപ്പം P(n) വന്നിടത്ത് എന്ത് വരും? P(s) വരും. P(dear) ഗിവൺ നോർമൽ വന്നിടത്ത് P(dear) ഗിവൺ സ്പാം വരും. P(friend) ഗിവൺ നോർമലിന്റെ അടുത്ത് P(friend) ഗിവൺ സ്പാം വരും. ഇതിന്റെ വാല്യൂസ് നമ്മളിവിടെ മുകളിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന 0.01 ആണ്. ഇവിടെ നോർമലിന്റെ കേസ് 0.09ഉം സ്പാമിന് 0.01. സോ ഡിയർ ഫ്രണ്ട് ഇസ് എ നോർമൽ മെസ്സേജ് എന്ന് പറയും. കാരണം നോർമലിന്റെ വാല്യൂ ആണ് അവിടെ കൂടുതൽ. നമുക്ക് കേൾക്കുമ്പോൾ അറിയാം ഡിയർ ഫ്രണ്ട് എന്താന്നുള്ളത് നോർമൽ മെസ്സേജ് ആണ്. നമ്മളത് പ്രൂവ് ചെയ്യുവാണ് ചെയ്തത്. ഇനി ഒരു പ്രശ്നം വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അത് നോക്കാം. നമുക്കൊരു മെസ്സേജ് ലഞ്ച് മണി 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 മണി, ഇതെന്താണേലും നോർമൽ മെസ്സേജ് അല്ല, സ്പാം മെസ്സേജ് ആണ്. സോ നമ്മൾ ഇക്വേഷൻ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് നമ്മൾ നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്യുന്നു? P(money)യും P(lunch)ഉം നോർമലും സ്പാമും ആകാനുള്ള, സ്കാം എന്നാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്, സ്പാം ആണ് കേട്ടോ. സ്പാമും ആകാനുള്ള പ്രോബബിലിറ്റീസ് എടുക്കും. നോർമൽ ആണെങ്കിൽ P(normal) ഇൻറ്റു P(lunch) ഗിവൺ നോർമൽ ഇൻറ്റു P(money) 4 പ്രാവശ്യം വന്നുകൊണ്ടാണ് മണി ഗിവൺ നോർമൽ റേസ്ഡ് 4 കൊടുത്തത്. സോ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.50 ഒരു 2 ആണ് കിട്ടുന്നത്. ഇനി സ്പാമിന്റെ നോക്കുമ്പോൾ നമുക്ക് ആൻസർ 0 കിട്ടി. കാരണം എന്താന്ന് വെച്ചാൽ മുകളിലേക്ക് നോക്കാം. ഇവിടെ ലഞ്ചിന്റെ വാല്യൂ 0 ആണ്. സോ അതിന്റെ കൂട്ടത്തിൽ വേറെ ഏത് വാല്യൂസ് വന്നാലും എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ട് എന്തായി പോവും? എല്ലാവരും 0 ആയി പോവും. പ്രോബബിലിറ്റി ഓഫ് നേരത്തെ എടുത്ത അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് കേട്ടോ. സ്പാം ഉണ്ടോ? P(spam) ഇൻറ്റു P(lunch) ഗിവൺ സ്പാം ഇൻറ്റു P(money) ഗിവൺ സ്പാം. പക്ഷെ ഈ വാല്യൂ 0 ആയതുകൊണ്ട് റിസൾട്ട് 0 ആകും. സോ എന്തായിട്ട് വരും? നോർമൽ മെസ്സേജ് ആയിട്ട് വരും. പക്ഷെ അത് നോർമൽ മെസ്സേജ് ആണോ? അല്ല. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ്, അതായത് നമുക്കിപ്പം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആട്രിബ്യൂട്ട് 0 ആയി പോവുകയാണെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. സോ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇങ്ങനൊരു പ്രോസസ്സ് ചെയ്യും. അതായത് ഓരോ ആട്രിബ്യൂട്ട്സിന്റെയും കൂടെ നമ്മൾ എക്സ്ട്രാ ഒരു വാല്യൂയും കൂടെ ആഡ് ചെയ്യും. അതായത് ഇപ്പൊ ഇവിടെ 0 വരുന്ന കേസിൽ ഇത് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂ നള്ളായി പോകത്തില്ല. ഓക്കെ, അവിടെ നമ്മൾ അങ്ങനെ ഒരു വാല്യൂ ആഡ് ചെയ്ത് വിടും. അപ്പൊ അങ്ങനെ ആഡ് ചെയ്ത് വിട്ടാൽ നമുക്ക് 0 വരില്ല. പക്ഷെ ഈ കേസിൽ നമ്മൾ എല്ലാവർക്കും ഒരേപോലെ ഓരോന്ന് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത്രയും നേരം എടുത്ത പ്രോബബിലിറ്റീസ് ഒന്നിനും വ്യത്യാസം വരില്ല. ആകെ ലഞ്ചിന്റെ പ്രോബബിലിറ്റിക്ക് മാത്രമേ വ്യത്യാസം വരികയുള്ളൂ. അത് 1/9 ആകും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എത്ര പേരുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 അല്ല 11. കാര്യം നേരത്തെ അത് 7 ആയിരുന്നു. 7 + 4 11 ആവും. 9 അല്ല കേട്ടോ, ഞാൻ അറിയാതെ പറഞ്ഞതാണ് 9 എന്നുള്ളത്. അപ്പൊ 7 ആണ് വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇനി ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത പ്രോസസ്സ് പോലെ ചെയ്ത് നോക്കാം. പക്ഷെ എത്ര ചെയ്താലും P(n) എന്ന് പറയുന്ന 0.69ഉം P(s) എന്ന് പറയുന്ന 0.33ഉം ലഞ്ച് ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും ഇൻഡിവിജ്വൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നേരത്തെ കണ്ടുപിടിച്ചത് തന്നെ ആയിരിക്കും. കാര്യം എല്ലാവർക്കും ഒരേപോലെയാണ് കൗണ്ട് ഇൻക്രീസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് കേട്ടോ. സോ ആണ് അവിടെ ഞാൻ നോട്ടായിട്ട് പറഞ്ഞേക്കുന്നത്. ദെൻ അപ്പൊ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു? P(lunch) ലഞ്ച് എന്ന് പറയുന്നതിന്റെ പ്രോബബിലിറ്റി 0 ആയിരുന്നത് 1 ആയി. നേരത്തെ 7 എണ്ണവേ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 4 എണ്ണം കൂടെ ആഡ് ചെയ്തതുകൊണ്ട് ഡിനോമിനേറ്ററിൽ 7 + 4, അതായത് 4 empty ബോക്സുകളിൽ 4 സ്ക്വയർ ബോക്സുകൾ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് 4. അപ്പം നേരത്തെ 7 + 4 11. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എന്തായി? 1/7 + 4 എന്നായി. സോ നമ്മൾ ആ വാല്യൂ, ഇനി ആ 0.09 എന്ന വാല്യൂ നമ്മൾ എങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു? ഈ ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ.
ഈ റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ആരുടെ വാല്യൂ ഇപ്പം നോക്കിയേ, സ്പാമിന്റെ വാല്യൂ ആണ് ഇവിടെ കൂടുതൽ. 0.00122 എന്നുള്ള വാല്യൂ സ്പാമിന്റെ വാല്യൂ കൂടുതലാണ്. അതുകൊണ്ട് ആ മെസ്സേജിനെ നമ്മൾ സ്പാം ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് നേവി ബേസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ.